പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ക്രിസ്തു തൻ്റെ അനുയായികൾക്ക് നൽകിയ ദൗത്യമാണിത്. ആ ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ നടപ്പിലാക്കപ്പെടുന്നതും കൈമാറ്റം ചെയ്യപ്പെടുന്നതും വിശ്വാസ പരിശീലനത്തിലൂടെയാണ്. മാറുന്ന ലോകത്തിൻ്റെ ആവശ്യകതകൾക്കനുസരിച്ച് വിശ്വാസ പരിശീലന രീതികളും മാറിക്കൊണ്ടിരിക്കുകയാണ്. കോട്ടയം അതിരൂപത വിശ്വാസ പരിശീലനത്തിൻ്റെ പുതിയ മുഖമായ ദോമോസ് കാറ്റഗസിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നവ്യ മരിയ പഴുമാലിൽ നീർക്കാട് ഇടവക, ദേവു മറിയം പഴുമാലിൽ നീർക്കാട് ഇടവക. തിരുവനന്തപുരം പയസ്റ്റൻ ഇടവകയിലെ കൂട്ടുകാരോട് ചേർന്ന് പ്രാർത്ഥനയോടെ നമുക്ക് ആരംഭിക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അമിൻ മാത്യു, മോനിപ്പള്ളി തിരുഹൃദയ വിശ്വാസ പരിശീലന സ്കൂളിൽ നിന്ന്. ഈ ആഴ്ചത്തെ ദോമോസ് കാറ്റഗിസത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ജീവന്റെ നീർച്ചാലുകൾ എങ്ങനെ വ്യക്തിജീവിതത്തിലേക്ക് ഒഴുകിയെത്തുന്നുവെന്ന് വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിൽ വിവരിക്കുന്നു. ദാഹജലത്തിനു വേണ്ടിയെത്തുന്ന യേശുവും നിനക്ക് ഈ ജലം തരാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമരിയാക്കാരി സ്ത്രീയും, എന്നാൽ നീ നൽകുന്ന വെള്ളം കുടിക്കുന്നവർക്ക് വീണ്ടും ദാഹിക്കും. യേശു നൽകുന്ന ജലം, അതായത് നിത്യജീവൻ, അത് കുടിക്കുന്നവർക്ക് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല എന്നതാണ് ഇതിന്റെ ഇതിവൃത്തം. അതെ, മോനിപ്പള്ളി തിരുഹൃദയ സൺഡേ സ്കൂൾ ഒരുക്കുന്ന ജീവന്റെ നീർച്ചാലുകൾ എന്ന ദൃശ്യാവിഷ്കാരത്തിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു.
പ്രിയ കൂട്ടുകാരെ, എന്റെ പേര് എമി ഷെജു, കൊച്ചുപടവരക്കൽ കടുത്തുരുത്തി വെല്ലുവിളി ഇടവകാംഗമാണ്. എന്റെ പേര് എലിസബത്ത് തോമസ് പടവരക്കൽ കടുത്തുരുത്തി വെല്ലുവിളി ഇടവാംഗമാണ്. ജ്ഞാനായക്കാരുടെ തലപ്പള്ളിയായ കടുത്തുരുത്തി വെല്ലുവിളിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞാലോ? AD 345 ജ്ഞായത്തോമ്മയുടെയും ഉർഹാമാർ യൂസേപ്പിന്റെയും നേതൃത്വത്തിൽ ജ്ഞാനായക്കാർ കൊടുങ്ങല്ലിൽ എത്തിച്ചേർന്നു. അധികം താമസിക്കാതെ തന്നെ അവരിൽ കുറെ പേർ അക്കാലഘട്ടത്ത് അറിയപ്പെടുന്ന തുറമുഖമായിരുന്ന കടുത്തുരുത്തി എന്ന പ്രദേശത്ത് എത്തിച്ചേർന്നു എന്നതാണ് പാരമ്പര്യം. അവരുടെ ആത്മീയ ആവശ്യങ്ങൾക്ക് വേണ്ടി 4-ാം നൂറ്റാണ്ടിൽ ഇവിടെ ഒരു ദേവാലയം നിർമ്മിച്ചു. കാലാകാലങ്ങളായി ഈ ദേവാലയം പുനർനിർമ്മിക്കപ്പെട്ടു. ഇപ്പോൾ കാണുന്ന ഈ ദേവാലയം അത് 4ാമത്തെ പള്ളിയാണ്. ഇതിന് കല്ലിട്ടത് 1590 അന്ന് കേരള സഭയെ ഭരിച്ചിരുന്ന കൽദായ മെത്രാപ്പൊലീത്ത മാർ അബ്രഹാമാണ്. പള്ളിയുടെ കിഴക്കേ മുറ്റത്ത് കാണുന്ന പുരാതനമായ കരിങ്കൽ കുരിശ് 1599 മെനേസിസ് മെത്രാപ്പൊലീത്ത കൂദാശ ചെയ്തതാണ്. പള്ളിയിൽ കാണുന്ന അതിമനോഹരമായ മദ്ബഹ 16ാം നൂറ്റാണ്ടിൽ പണിയപ്പെട്ടിട്ടുള്ളതാണ്. AD 345 കുടിയേറ്റ യാത്രയിൽ മരിച്ച് കടലിൽ സംസ്കരിക്കപ്പെട്ട പൂർവ്വീരെ അനുസ്മരിക്കുന്നതിനായി ഉയർപ്പ് തിരുനാളിന്റെ അന്ന് കടലിനെ അഭിമുഖീകരിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ഈ പള്ളിയുടെ പ്രത്യേകതയാണ്. മലബാർ സഭയെ നയിച്ച അവസാന സിറിയനി മെത്രാപ്പൊലീത്ത മാർ അബ്രഹാം കടുത്തുരുത്തിയിൽ താമസിച്ചത്, ഗോവയിൽ നിന്നും മെനേസിസ് മെത്രാപ്പൊലീത്ത കടുത്തുരുത്തിയെ സന്ദർശിച്ചത്, ആദ്യത്തെ തദ്ദേശ മെത്രാനായ കുറവലങ്ങാട്ടുകാരൻ പറമ്പിൽ ചാണ്ടി മെത്രാനെ കടുത്തുരുത്തിയിൽ വാഴിച്ചത്, പുത്തൻപാന എന്ന കാമു രചിക്കുവാനായി അർണോസ് പാതിരി കടുത്തുരുത്തിയിൽ എത്തിയത്, 1626 ഇറ്റലിയിലെ ഫ്ലോറൻസിൽ നിന്നും കേരളത്തിൽ എത്തിച്ചേർന്ന ഫാദർ ഡൊണാത്തി ഇവിടെ ഒരു സെമിനാരി നടത്തുകയും കടുത്തുരുത്തി വെല്ലുപള്ളിയെ കത്തീഡ്രൽ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തത്. ഇവയെല്ലാം കടുത്തുരുത്തി വെള്ളിപ്പള്ളിയുടെ പ്രാധാന്യം വിളിച്ചോതുന്നവയാണ്. ഈ ചരിത്രവും പൈതൃകവും പരിഗണിച്ചാണ് 2020 ഫെബ്രുവരി 4-ാം തീയതി സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഈ പള്ളിയെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന ദേവാലയമായി പ്രഖ്യാപിച്ചത്. കൂട്ടുകാരെ, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാകില്ലേ? അതിനായി ഇന്ന് നമുക്ക് വെല്ലുവിളിയിലേക്ക് പോകാം. വാ, വെല്ലുവിളി പോവാം. പോയേക്കാം. ഞാനും വരുന്നു. പുറത്തേക്ക് ഇറങ്ങിയിട്ട് എത്ര കാലായി? വേണ്ട, കൊറോണയാ. അത് കുഴപ്പമില്ലെന്നേ, ഗവൺമെന്റിന്റെ മാർഗരേഖകൾ അനുസരിച്ച് നമുക്ക് പോയാൽ മതി. അതിന് വലിയ പള്ളിയിൽ തന്നെ പോണോ? ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും പോരെ? അതിന് വെല്ലുവിളിയുടെ ചരിത്രം വല്ലതും നിങ്ങൾക്ക് അറിയാവോ? ഏതാണ്ട് 1500 വർഷത്തിന്റെ പാരമ്പര്യവും പിന്നെ നമ്മുടെ ജ്ഞാനായക്കാരുടെ തലപ്പള്ളിയും കൂടിയാണ്. ഒറ്റക്കല്ലിൽ തീർത്ത ഏറ്റവും വലിയ കൽക്കുരിശ്, പുറത്ത് നമസ്കാര പ്രാർത്ഥന, 3 നോമ്പിന്റെ പാരമ്പര്യം, ഒരുപാട് പഴക്കമുള്ള ഭംഗിയുള്ള അൾത്താര, അങ്ങനെ ഒത്തിരി പ്രത്യേകതയുള്ള പള്ളിയാണ്. കടുത്തുരുത്തി വലിയ പള്ളിയെ കുറിച്ചുള്ള പാട്ടൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഓ, എന്തോരം വലിയ കുരിശാ! എടാ, ഇതാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കരിങ്കൽ കുരിശ്. കണ്ടോ, ഈ കുരിശ് ഒറ്റക്കല്ലില്ല കൊത്തി ഉണ്ടാക്കിയിരിക്കുന്നത്. ജോയിന്റുകളൊന്നും ഇല്ലാതെ ഒറ്റക്കല്ലിൽ തീർത്ത ഏഷ്യയിലെ ഏറ്റവും വലിയ കരിങ്കൽ കുരിശിന്റെ ചുവട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ 3 നോമ്പിന് എവിടെ നിന്നുള്ള പ്രാർത്ഥന ഉള്ളവരുള്ളത്? അതെ. എന്താ 3 നോയമ്പ്? അതോ, പണ്ട് ഈ മർത്തോമ ക്രിസ്ത്യാനിയുടെ ഇടയിൽ നിലനിന്നിരുന്ന 3 ദിവസം നോമ്പെടുത്ത് പ്രാർത്ഥിച്ചിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇതിന്റെ ഉത്ഭവത്തെക്കുറിച്ച്, അതായത് ഇതിന്റെ തുടക്കത്തെക്കുറിച്ച് പല പാരമ്പര്യങ്ങളും ഉണ്ട്. അതിലൊന്നാണ് നിനവേക്കാരുടെ ബാവൂസ എന്ന് വെച്ചാൽ കരച്ചിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. പണ്ട് നിനവേ, അർബിൽ എന്നീ പ്രദേശങ്ങളിൽ ഇപ്പോഴുള്ള കോവിഡ് പോലെ ഒരു പകർച്ചവ്യാധി ഉണ്ടായിരുന്നു. പ്ലേഗ് എന്നായിരുന്നു ആ പകർച്ചവ്യാധിയുടെ പേര്. അതിൽ നിന്ന് രക്ഷ നേടുന്നതിന് ദൈവത്തിൻ്റെ കരുണയ്ക്കായി 3 ദിവസം നോമ്പെടുത്ത് പ്രാർത്ഥിച്ചിരുന്ന ഒരു രീതി അന്നത്തെ ജനങ്ങൾക്കുണ്ടായിരുന്നു. പൗരസ്ത്യ ദേശത്തെ സഭ പിന്നീട് ആ ആചാരം തുടർന്നു കൊണ്ടുപോകുന്നു. അവിടെ നിന്നാണ് മർത്തോമ ക്രിസ്ത്യാനികൾക്ക് ഈ പാരമ്പര്യം ലഭിച്ചതെന്ന് കരുതപ്പെടുന്നു. ഇന്ന് കടുത്തുരുത്തി വലിയ പള്ളിയിലും കുറവലിങ്ങാട് പള്ളിയിലും മാത്രമാണ് 3 നോമ്പ് ആചരണം ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നത്. എന്താ ചേട്ടാ ഈ പുറത്ത് നമസ്കാരം? അത് ഈ 3 നോമ്പ് പിറന്നാൾ പള്ളിക്ക് കുറച്ചിട്ട് നമ്മൾ കൊമ്പിട്ട് പ്രാർത്ഥിക്കത്തില്ലേ, അതാണ്. ജെയിംസ് കുട്ടിക്ക് കാര്യങ്ങളെല്ലാം അറിയാലോ. അത് ശരിയാ, 3 നോമ്പ് പെരുന്നാളിന് പള്ളിയുടെ പുറത്ത് വെച്ച് നമ്മൾ കുമ്പിട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് പുറത്ത് നമസ്കാരം. പണ്ടൊക്കെ നമ്മൾ ജ്ഞാനാക്കാർ എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് കൂടി വന്നിട്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന രീതി ഉണ്ടായിരുന്നു. അങ്ങനെ ഒത്തിരി ആൾക്കാർ കൂടുന്നത് കൊണ്ടായിരിക്കാം പള്ളിക്കകത്ത് ഇടമില്ലാഞ്ഞിട്ട് പള്ളിക്ക് പുറത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന രീതി വന്നത്. 3 ദിവസവും പ്രാർത്ഥനകളും മറ്റുമുണ്ടെങ്കിലും ആ ദിവസം എല്ലാ ജ്ഞാനായക്കാരും ഒത്തുകൂടുന്നത് കൊണ്ടാണ് പുറത്ത് നമസ്കാര പ്രാർത്ഥനയ്ക്ക് ഇത്രയും പ്രാധാന്യം വന്നത്. വൈദികര് സങ്കീർത്തനങ്ങളും കാനോന പ്രാർത്ഥനകളും ഒക്കെ ചൊല്ലിയിട്ട് ദൈവത്തിന് കരുണ യാചിച്ചുകൊണ്ട് മാർ അപ്രയും നിനവേക്കാരുടെ ഉപവാസത്തെക്കുറിച്ച് രചിച്ച പ്രാർത്ഥന ഈണത്തിൽ ചൊല്ലുമ്പോൾ ജനങ്ങളെല്ലാവരും തല കുമ്പിട്ട് ആമേൻ നേറ്റു പറയും. പണ്ട് ഈ പ്രാർത്ഥനയൊക്കെ സുറിയാനിയിലായിരുന്നു, പിന്നീടാണ് മലയാളത്തിൽ ചൊല്ലുവാൻ തുടങ്ങിയത്. ദൈവത്തിന്റെ കരുണ യാചിക്കുന്ന ജ്ഞാനായക്കാരുടെ ഒരു സംഗമവേദിയും കൂടിയാണ് ഈ പുറത്തു നമസ്കാരം. കേരള സഭയിലെ അനേകം ചരിത്ര സംഭവങ്ങൾക്ക് വലിയ പള്ളി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എല്ലാം ചരിത്ര താളുകളിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്.
എല്ലാവർക്കും കടുത്തുരുത്തി വല്യവളുടെ പുരാതന ചരിത്രവും പ്രാധാന്യമൊക്കെ മനസ്സിലായില്ലേ? മനസ്സിലായി. ഭുവനങ്ങൾ 14